عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا عليك توكلنا وإليك نبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. راحتنا الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. വിശുദ്ധമായ ഖുർആൻ അഹലുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരട്ടെ. സദുദ്ദേശങ്ങളെല്ലാം അല്ലാഹു നിറവേറ്റി തരട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരാകുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ മദദ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉസ്താദുമാരിൽ പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് ശൈഖുന കാപ്പിൽ ഉമർ ഉസ്താദിന്റെ ആണ്ട് ദിനം കൂടിയാണെന്ന്. അല്ലാഹു അവിടുത്തെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഇൽമിനെല്ലാം ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ കഹ്ഫിലാണ് നമ്മളുള്ളത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ കഹ്ഫിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും അതിന്റെ അവതരണ പശ്ചാത്തലമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? സൂറത്തുൽ കഹ്ഫിന്റെ പ്രധാന ഇതിവൃത്തങ്ങൾ 4 കാര്യങ്ങളെ കുറിച്ചാണ് എന്ന് പറഞ്ഞു. ഒന്ന് ഫിത്നത്തുദ്ദീൻ, ഈമാനിൽ ഉണ്ടാകുന്ന ഫിത്ന. അതിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നിരത്തി അല്ലാഹു അതിനെ വിശദീകരിച്ചു. രണ്ടാമത്തത് ഫിത്നത്തുൽ മാൽ, സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന ഫിത്ന. അതില് 2 തോട്ടക്കാരുടെ ഉദാഹരണം പറഞ്ഞ് അല്ലാഹു അതിനെ വിശദീകരിച്ചു. മൂന്നാമത്തത് ഫിത്നത്തുൽ ഇൽമ്, അറിവിന്റെ ഫിത്ന, അറിവ് മൂലം ഉണ്ടാകുന്ന ഫിത്നകൾ, അതിന്റെ പ്രയാസങ്ങൾ. അത് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ചരിത്രം പറഞ്ഞ് അല്ലാഹു അത് അവതരിപ്പിച്ചു. നാലാമത്തത് ഫിത്നത്തു സൽത്തനത്തി, അധികാരത്തിന്റെ ഫിത്ന. മഹാനായ ദുൽഖർനൈൻ രാജാവിന്റെ ചരിത്രം പറഞ്ഞ് അല്ലാഹു അതും അവതരിപ്പിച്ചു. സൂറത്തുൽ കഹ്ഫിന്റെ 4 പ്രധാന ആശയങ്ങൾ അല്ലെങ്കിൽ അതിന്റെ 4 പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ 4 സംഭവങ്ങൾ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്. അതോടൊപ്പം ഈ സൂറത്തുൽ കഹ്ഫ് അവതരിക്കാനുണ്ടായ കാരണം നളർ ബിൻ ഹാരിസും ഉഖബത്തു അബി മുഅയ്ത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ നേരിടണമെന്ന് മദീനയിലെ ജൂതന്മാരോട് ചോദിക്കാൻ വന്ന ചരിത്രവും, അവര് ഈ 2 പേരോട് മുത്തനബിയോട് എന്ത് ചോദിക്കണമെന്ന് ചോദിച്ച് 3 ചോദ്യങ്ങളെ കുറിച്ച് പിന്നെ അവരോട് ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തത് പറഞ്ഞത്. ഞാൻ ആവർത്തിക്കണില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് അതിന് സൂറത്തിലേക്ക് കിടക്കാം. സൂറത്തിലെ ആയത്തുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരുപാട് വിശദീകരിക്കാതെ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം, ഈ സൂറത്ത് അവസാനിപ്പിക്കണം. പല കാര്യങ്ങളും ഓരോ വാക്കുകൾ വിശദീകരിച്ച് അത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യാം നമ്മൾ പറയാം. മുസ്താഫ് ഓതി വെക്കാം. മുസ്താഫ് എല്ലാവരും ഓതാൻ സൗകര്യം വേണം. മുസ്താഫോ മൊബൈലോ എന്തെങ്കിലുമൊക്കെ വേണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر
لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا صدق الله العظيم. ഇത്രയും ഭാഗം ഇന്ന് പറയണമെന്ന് ഉദ്ദേശിക്കേണ്ടത് ഇവിടെ എത്തുന്നതാണ്. പിന്നെ ഇതിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ ഹിഫ്ലാക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താ അതിന്റെ ഗുണം? ഫിത്നത്തു ദജ്ജാലിൽ നിന്ന് കാവലാണ് അൽ കഹ്ഫ് സൂറത്തിന്റെ ആദ്യത്തെ 10 വചനങ്ങൾ കാണാതാക്കല് എന്ന് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ കുറെ ആൾക്കാർക്ക് അറിയുണ്ടാവും, അല്ലാത്തവരെന്ത് ചെയ്യണം, ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് ആ 10 ആയത്തുകൾ കാണാതെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആയത്തിലേക്ക് പ്രവേശിക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് നാം ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ, എങ്ങനത്തെ അല്ലാഹു, അൻസല അലാ അബ്ദിഹി, അവന്റെ അടിമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവൻ അവതരിപ്പിച്ചു അൽ കിതാബ, സമ്പൂർണമായ വേദഗ്രന്ഥമാകുന്ന ഖുർആനിനെ. വലം യജഅൽ ലഹു ഇവജൻ, ആ ഖുർആനിൽ ഒരു വക്രതയെയും അല്ലാഹു ആക്കിയിട്ടില്ല. ഒന്നിച്ച് ആദ്യം അർത്ഥം വെച്ച് പോവാണ്, പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. ഖയ്യിമൻ, ഈ വിശുദ്ധമായ ഖുർആൻ അത് വളരെ സ്ട്രൈറ്റ് ആണ്, വളരെ നേർമാർഗത്തിലുള്ളതാവുന്നു. ഈ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, മുസ്ഹഫ് എടുത്ത് വെക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനാണ് ശ്രദ്ധിക്കണം. ഇവജൻ എന്ന് കഴിഞ്ഞിട്ട് അതിന്റെ മേലെന്തോ ഒരു സാധനം ഉണ്ടല്ലോ മുസ്ഹഫില്. എന്താണ് ഒരു സീൻ ഉണ്ട് അല്ലെ? ഒരു സീൻ കണ്ട, ചെറിയൊരു സീൻ ഈ വജൻ കണ്ട്. അതെന്തിനാണ്? സക്ത എന്നാണ് അതിനെ പറയാം. സക്ത, അതായത് ശ്വാസം വിടാതെ ശബ്ദം മുറിക്കുക എന്നാണ്. സക്തത്തു സൗത്ത് എന്നാണ് അതിന് പറയാം. ശ്വാസം വിടാതെ അവിടെ എന്ത് ചെയ്യണം? ഒന്ന് വഖഫ് ചെയ്യണം, ഒന്ന് നിർത്തണം. എന്തിനാണത്? അത് സത്യത്തിൽ അത് ആയത്തിന്റെ എൻഡാണ്. ഒരു തജ്വീദ് നിയമം പറയാണ്, ആയത്തിന്റെ എൻഡാണ് ഈ ഇവജൻ എന്നത്. ഓതേണ്ടത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജാ. അങ്ങനെ നിർത്താം. വഖഫിന്റെ അവസാനത്തിൽ നിർത്താതെ ദീർഘമായ ശ്വാസം എടുക്കാനും കഴിയുന്ന ആളുകൾക്ക് അടുത്ത ആയത്തും എന്ത് ചെയ്യാം? കൂട്ടി ഓതാം. അപ്പൊ എങ്ങനെ ഓതും? വലം യജഅൽ ലഹു ഇവജൻ ഖയ്യിമ എന്നാണ് ഓത്. പക്ഷെ ഇവിടെ അങ്ങനെ ഓതരുത് എന്നതിനാണ് അവിടെ ഒരു സീൻ ഇട്ട് കൊടുത്തത്. അങ്ങനെ ഓതിയാൽ, ഇവജൻ ഖയ്യിമൻ എന്ന് ഓതിയാൽ ഒരു ഭയങ്കര അബദ്ധം അർത്ഥത്തിൽ സംഭവിക്കും. അപ്പൊ അവിടെ എങ്ങനെ ഓതണം? വലം യജഅൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസ, അങ്ങനെ ഓതണം. മനസ്സിലായോ? അങ്ങനെ, അതായത് ഇവജൻ ഖയ്യിമൻ എന്ന് കൂട്ടി ഓതരുത്. ഒരു വഖഫ് വേണം. വഖഫ് ആവുമ്പോ അവിടെ എങ്ങനത്തെ വഖഫ്? സക്ത ആയിരിക്കണം. സക്ത എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ ശബ്ദം മാത്രം മുറിക്കാം. അപ്പൊ എങ്ങനെ?
വലം യജഅൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസാ ശദീദാ. അതെന്തിനാണ്? ഇവജൻ എന്ന് പറഞ്ഞാൽ വളവ്, തിരിവ്, വക്രത എന്നാണ്. തൊട്ടടുത്ത് പറയുന്നത് ഖയ്യിമൻ, സ്ട്രൈറ്റ്, വക്രത ഇല്ലാത്തതെന്നാ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നേരായ വളവ് ഉണ്ടാവില്ലല്ലോ. നേരായതിന് എന്ത് പറയില്ല. അങ്ങനെ വഖഫ് ചെയ്യുമ്പോ, അങ്ങനെ ഓതുമ്പോ ഐവജൻ ഖയ്യിമൻ എന്ന് പറയുമ്പോ അർത്ഥം എന്ത് വരും? നേരായ വളവും തിരിവും എന്നാണ് വരിക. അങ്ങനെ സംഗതി ഇല്ല. അപ്പോ അവിടെ എന്ത് വേണം? ഐവജൻ എന്ന് നിർത്തിയിട്ട് പിന്നെ എന്ത് വേണം? ഖയ്യിമൻ എന്ന് വേറെ ഓതണം. അപ്പോഴേ ആ അർത്ഥം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു വലിയ അബദ്ധം എന്ത് ചെയ്യും? സംഭവിക്കും. അപ്പൊ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് കൊടുത്തത്? സക്ത. ഇത് സക്ത എന്നാണ് പറയാം. സക്ത. സക്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേറെ 4-5 സ്ഥലങ്ങളിൽ വിശുദ്ധമായ ഖുർആനുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളുണ്ട്. ശ്വാസം വിടാതെ ശബ്ദം മുറിക്കുന്നതിനാണ് എന്ത് പറയാ? സക്ത എന്ന്. ശ്രദ്ധിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോ അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിനാണ്. അല്ലദീ അൻസല അലാ അബ്ദിഹി, അവന്റെ അടിമയാകുന്ന മുഹമ്മദ് നബിയുടെ മേൽ അവതരിപ്പിച്ചവനായ അല്ലാഹു അൽ കിതാബ്, അൽ കിതാബിനെ, സമ്പൂർണമായ വേദഗ്രന്ഥത്തെ, അതായത് ഖുർആനിനെ, വലം യജഅൽ ലഹു ഇവജാ, ആ ഖുർആനിൽ ഒരു വക്രതകളും അല്ലാഹു ആക്കിയിട്ടില്ല. ഖുർആനിൽ ഒരു വക്രതകളും. വിശദീകരിക്കാം എന്റെ ആശയം എന്താണെന്ന്. ഖയ്യിമൻ, ഈ ഖുർആൻ വളരെ സ്ട്രൈറ്റ് ആണ്. അത് വളരെ എന്താ പറയാ, ഖയ്യിമാണ്. അത് വളരെ നേർമാർഗത്തിലുള്ളതാകുന്നു. എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന ലക്ഷ്യമാണ് ഇനി പറയുന്നത്. ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു, ലിയുൻദിറ, താക്കീത് നൽകാൻ വേണ്ടി. ബഅസൻ ശദീദൻ മിൻ ലദുൻഹു, അല്ലാഹുവിൽ നിന്നുള്ള അതിശക്തമായ ശിക്ഷയെ കുറിച്ച് താക്കീത് ചെയ്യാൻ വേണ്ടി. വയുബസ്സിറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയും. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, എങ്ങനത്തെ മുഅ്മിനീങ്ങൾ? സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയും. എന്ത്? അന്നലഹും അജ്റൻ ഹസന, അവർക്ക് ഏറ്റവും മനോഹരമായ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി. മാകിസീന ഫീഹി അബദ, ആ സത്യവിശ്വാസികൾ ആ അനുഗ്രഹത്തിൽ, ആ പ്രതിഫലത്തിൽ, ആ സ്വർഗത്തിൽ അവർ എപ്പോഴും താമസിക്കുന്നവരായിരിക്കും. മൂന്നാമത് ലക്ഷ്യം പറഞ്ഞു വയുൻദിറ അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, വയുൻദിറ, മുന്നറിയിപ്പ് നൽകാൻ, താക്കീത് നൽകാൻ വേണ്ടിയും. അല്ലദീന, ഒരു കൂട്ടം ആളുകൾക്ക്, ഖാലു, അവര് പറഞ്ഞു, ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു മക്കളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്കും താക്കീത് നൽകാൻ വേണ്ടി. മാലഹും ബിഹി മിൻ ഇൽമിൻ, അവരങ്ങനെ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞത് ഒരു വിവരവുമില്ലാതെയാണ്. വലാലി ആബാഹിം, അവർക്കും വിവരമില്ല, അവരുടെ വാപ്പാർക്കും എന്തില്ല, വിവരമില്ല. അതിനെ കുറിച്ച് ഒരു വിവരവുമില്ലാതെ പറഞ്ഞാണ്. കബുറത്ത് കരീമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്ക് എത്ര ഗൗരവതരമാണ്, എന്ത് വിടുവായിത്തമാണ് അവർ പറയുന്നത്. യഖൂലൂന ഇല്ലാ കദിബാ, അവർ പറയുന്നത് കള്ളമല്ലാതെയല്ല, കള്ളം മാത്രമാകുന്നു അവർ പറയുന്നത്. ആര്? അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുന്നവർ. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം, നബിയെ, അവരുടെ പുറകെ നടന്ന് അങ്ങ് വല്ലാതെ സങ്കടപ്പെടേണ്ടതില്ല നബിയെ. ഇല്ലം യുഅ്മിനു, അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ബിഹാദൽ ഹദീഥി, ഈ ധാരാളം തെളിവുകൾ നൽകിയിട്ടും അവരെ വിശ്വസിച്ചില്ലല്ലോ എന്ന് അസഫൻ, അതിന്റെ സങ്കടത്താൽ അങ്ങ് എന്ത് ചെയ്യേണ്ടതില്ല, അല്ലാതെ സങ്കടപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഇന്നാ ജഅൽനാ മാ അലൽ അർളി, തീർച്ചയായും ഭൂമിയിലുള്ള സർവ്വതിനെയും നാം ആക്കി, സീനത്തൻ ലഹാ, ഭൂമിക്ക് അലങ്കാരമാക്കി. എന്തിന്? ലിനബ്ലുവഹും, അവർ നാം പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലെ ഈ സംവിധാനങ്ങളെല്ലാം ഭൂമിക്ക് നാം അലങ്കാരമാക്കിയത്.
നാം വിചാരിച്ചാൽ ഈ അലങ്കാരങ്ങളെയെല്ലാം നാം ആക്കും സ്വൈദൻ ജുർസൻ, ഉണങ്ങിക്കരിച്ച തരിശ് നിലമാക്കി നാം മാറ്റിക്കളയുമായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതാണ് ആദ്യത്തെ 8 വചനങ്ങൾ. ഇനി ഹസിബത്ത് മുതൽ അസ്ഹാബിന്റെ കഹഫിന്റെ ചരിത്രമാണ് ചെയ്യുന്നത് പറഞ്ഞു തുടങ്ങുന്നത്. ഇതാണ് ഒരു പൊതുവെ ഉള്ളതിന്റെ അർത്ഥം. നമുക്കിതിന്റെ തഫ്സീറിലേക്ക് വരാം, ഓരോന്നും വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് നാം ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിനാകുന്നു. ഈ അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങുന്ന 5 സൂറത്തുകളുണ്ട് ഖുർആനിൽ. മൊത്തത്തിൽ 5 സൂറത്തുകൾ അല്ലാഹു ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാണ്. ഏതൊക്കെയെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലേ? ഈ 5 സ്ഥലങ്ങളിലും ഈ ഹംദിന് കാരണമായി അള്ളാഹു പറയുന്നത് വ്യത്യസ്ത കാരണങ്ങളുമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമത്തത് സൂറത്തുൽ അൻആമാണ്. അൻആം, അൽഹംദുലില്ലാഹി ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ പടച്ചവനായ അല്ലാഹു. മൂന്നാമത്തത് സൂറത്തുൽ കഹ്ഫാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹു. നാലാമത്തത് സൂറത്തുൽ സബ ആണ്. സബ. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിനാണ്. ലഹു, അവനാകുന്നു, മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമിയിലുള്ള സർവ്വതും. അഞ്ചാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിർ ആണ്. ഫാത്തിറും, അൽഹംദുലില്ലാഹി ഫാത്തിറിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹു. ഈ 5 സൂറത്തുകളാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾ. ഇവിടെ അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിനാകുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കും. കാരണം സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മളത് ധാരാളം പറഞ്ഞതാണ്. അല്ലേ? അൽഹംദുലില്ലാഹ് സൂറത്തുൽ ഫാത്തിഹയിൽ നാം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിനാകുന്നു എന്ന്. പക്ഷെ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിനാകുന്നു. ഇവിടെ ഈ ഹംദ് പൊതുവെ തസ്ബീഹിന്റെ കൂടെയാണ് ഹംദ് പറയാറുള്ളത്. അല്ലെ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാണ്. ഖുർആനിലും അതേ പ്രയോഗമുണ്ട്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. അല്ലേ? വഇൻ മിൻ ശൈഇൻ, എല്ലാ വസ്തുക്കളും, ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അല്ലാഹ്ക്ക് ഹംദ് ചൊല്ലുന്നു തസ്ബീഹോടുകൂടെ. ഇല്ലാ യുസബ്ബിഹു, തസ്ബീഹ് ചൊല്ലിയിട്ടല്ലാതെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അല്ലാഹ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം. അപ്പോ ഹംദ് പറഞ്ഞെടുത്തൊക്കെ അതിന് മുമ്പ് എന്തുണ്ട്? തസ്ബീഹ് ഉണ്ട്. അല്ലേ? 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി അങ്ങനെ പറയുന്നു. അങ്ങനല്ലേ പറയല്? അങ്ങനെ ചെല്ലലില്ലേ? ഉണ്ടല്ലോ. അപ്പൊ എല്ലാ അൽഹംദുലില്ലാഹ് എന്നതിന് മുമ്പും എന്തു വേണം? സ്വാഭാവികമായും എന്ത് വരണം? ഒരു തസ്ബീഹ് വേണം. അപ്പൊ ആ തസ്ബീഹ് ഇവിടെ എവിടെ? ഇവിടെ എവിടെ? തൊട്ട് മുമ്പത്തെ സൂറത്തിലേക്ക് വരും. സൂറത്തുൽ ഇസ്രാ. സൂറത്തുൽ ഇസ്രാ മറിച്ചോളി, മുസ്ലിം. അത് തുടങ്ങണം എങ്ങനെയാണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്നാണ്. അവിടെ തസ്ബീഹ് കൊണ്ടാണ് എന്ത് ചെയ്യണത്? വേണ്ട. അപ്പൊ ഈ 2 സൂറത്തുകൾ തമ്മിലുള്ള ബന്ധമാണത്. മനസ്സിലാകുന്നുണ്ടോ? അൽ കഹ്ഫ് സൂറത്തിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്താണ് സൂറത്തുൽ ഇസ്രാ. ഈ അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങിയിട്ടാണ് സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്നത്.
സ്വാഭാവികമായും ഹംദിന്റെ മുമ്പ് എന്ത് ചൊല്ലാറുണ്ട്? തസ്ബീഹ് ചൊല്ലാറുണ്ട്. ആ തസ്ബീഹ് അവിടെ തൊട്ട് മുമ്പത്തെ സൂറത്തിന്റെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ടോ? ഇനി മറ്റൊരു ബന്ധം കൂടി. സൂറത്തുൽ ഇസ്രാഇന്റെ അവസാന ആയത്ത്, എന്താണ്? വഖുലിൽ ഹംദുലില്ലാഹ് അല്ലദീ ലം യത്തഖിദ് വലദാ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽകി വലം യകുൽ ലഹു വലിയ്യുൻ മിനദ് ദുല്ലി വകബ്ബിർഹു തക്ബീറാ. വഖുൽ നബിയെ അങ്ങ് പറയണം. എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. ആ ഹംദാണ് പിന്നെ അവിടെ പറഞ്ഞത് അടുത്ത സൂറത്തിന്റെ ആരംഭത്തിൽ. അൽഹംദുലില്ലാ. ഈ രണ്ട് സൂറത്ത് നമ്മുടെ ബന്ധാണ്. ഇത് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഏത് സൂറത്തുകളും അതിന്റെ ആ സൂറത്തുകൾ തമ്മിൽ എന്തിന്റെ ഒരു കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷനാണിത്. മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ പറഞ്ഞെന്താണ്? അൽഹംദുലില്ലാ. വഖുൽ നബിയെ അങ്ങ് പറയണം, അൽഹംദുലില്ലാ എന്ന് പറയണം. അല്ലദീ ലം യത്തഖിദ് വലദൻ, അവൻ മക്കളെ സ്വീകരിച്ചിട്ടില്ല. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത് അല്ലേ? വയുൻദറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഇമാം റാസി റളിയല്ലാഹു തആല ഇത് സംബന്ധമായി പറയാണ്, ഇന്ന തസ്ബീഹ ഐനമാ ജാഅ ഫഇന്നമാ ജാഅ മുഖദ്ദമൻ അല തഹ്മീദി. എവിടെയെല്ലാം തസ്ബീഹ് വന്നിട്ടുണ്ടോ അത് തഹ്മീദിന്റെ മുമ്പായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലെങ്കിൽ വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഹംദിന്റെ മുമ്പാണ് എന്ത് വന്നിട്ടുള്ളത്? തസ്ബീഹ് വന്നിട്ടുള്ളത്. അലാ തറ, നിങ്ങൾക്ക് കണ്ടുകൂടെ, അന്നഹു യുഖാലു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ എന്നാ പറയല് പെരുന്നാസ്കാരത്തിന് അല്ലേ? തസ്ബീഹില്ലേ? എന്തല്ല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി. എന്തേ വൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹി എന്ന് പറയാം? അതിനുമ്പോ തെറ്റൊന്നുമില്ലല്ലോ. പോയി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്നാണ് പറയല്. തിരിച്ചും പറയാം, വൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹി എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്ങനെ പറയല്? ഹംദിന്റെ മുമ്പ് എന്ത് പറയും? തസ്ബീഹ് പറയും. ഇദാ അറഫ്ത ഹാദാ, ഇത് മനസ്സിലാക്കിയാൽ ഫനഖൂലു, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇമാം റാസി പറയാണ്, ഇന്നഹു ജല്ല ജലാലുഹു ദക്കറ തസ്ബീഹ ഇൻദമാ അഖ്ബറ അന്നഹു അസ്റാ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊട്ടു മുമ്പത്തെ സൂറത്ത് ഇസ്രായിൽ മുഹമ്മദ് നബിയുടെ ആകാശാരോഹണം ഇസ്രായിനെ സംബന്ധിച്ചാണ് അള്ളാഹു പരാമർശിക്കുന്നത്. അത് പറയുമ്പോ അവിടെ എന്ത് പറഞ്ഞു? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്ത് പറഞ്ഞു? വദക്കറ തഹ്മീദ ഇൻദമാ ദക്കറ അന്നഹു അൻസല കിതാബ അലാ മുഹമ്മദിൻ. തൊട്ടടുത്ത സൂറത്തായ അൽ കഹ്ഫിൽ, ഈ സൂറത്തിൽ അൽ കിതാബാകുന്ന വിശുദ്ധമായ ഖുർആനിനെ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞെടുത്ത് എന്തും പറഞ്ഞു? അൽഹംദുലില്ലാ എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൽ ചില പാഠങ്ങളുണ്ട്. ഒന്ന്, അന്ന തസ്ബീഹ അവ്വലൽ അംരിലി അന്നഹു ഇബാറത്തുൻ അൻ തൻസീഹില്ലാ അമ്മാ ലാ യൻബഗി വഹുവ ഇസാറത്തുൻ ഇലാ കൗനിഹി കാമിലൻ ഫി ദാതിഹി. തസ്ബീഹ് എന്നത് അല്ലാഹു ദാത്തിൽ പൂർണ്ണമായവനാണ് എന്നതിലേക്ക് സൂചനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്തിൽ പൂർണ്ണമായവനാണ് എന്നതിലേക്കുള്ള സൂചനയാണ്. വത്തഹ്മീദു, എന്നാൽ തഹ്മീദ് ഇബാറത്തുൻ അൻ കൗനിഹി മുകമ്മിലൻ ലിഗൈരിഹി, അല്ലാഹു മറ്റുള്ളവനെ സമ്പൂർണ്ണനാക്കുന്നവനാണ് എന്നതിലേക്കുള്ള സൂചനയുമാണ് ഏത്? ഹംദ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി പറഞ്ഞാൽ ഈ ഇസ്രാ എന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചോളം അവിടുത്തെ കമാലിയത്താണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് എന്തില്ല, കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഖുർആൻ അവതരണം എന്നത് മുഹമ്മദ് നബിക്കും അനുഗ്രഹമാണ്, നമുക്കും അനുഗ്രഹമാണ്, ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും എന്താണ്? ഖുർആൻ അവതരണമാണ്. അപ്പോ ഖുർആൻ അവതരിപ്പിക്കുക എന്നുള്ളത് എന്താണ്? അത് മുകമ്മിലുൻ ലിഗൈരിഹി ആണ്. അതുകൊണ്ട് അവിടെ എന്ത് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാ ഹംദ് പറയല്? അൽഹംദുലില്ലാ എന്ന് എപ്പോഴാ പറയല്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴാണ് എന്ത് പറയാം?
ഇവിടെ ഇപ്പൊ എന്താ അനുഗ്രഹം കിട്ടിയത്? ഖുർആൻ. ഖുർആൻ അനുഗ്രഹമാണോ? അനുഗ്രഹമാണ്. ഖുർആൻ ഏറ്റവും അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണേത്? ഖുർആൻ. ആ ഖുർആൻ അവതരിപ്പിച്ച് കിട്ടിയ നമ്മൾ എപ്പോഴും എന്തു ചെയ്യണം? അത് നൽകിയ ആ ഖുർആൻ അവതരിപ്പിച്ചു തന്ന അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം എന്നതാണ് ഇവിടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. മനസ്സിലാകണ്ടോ? മനസ്സിലാകണ്ടോ? പറയണത് മനസ്സിലാകണ്ടോ? ഇനി ഇൻസാറുൽ കിതാബി നിഅമത്തുൻ അലൈഹി വ നിഅമത്തുൻ അലൈന. ഖുർആൻ അവതരിപ്പിച്ച് കിട്ടുക എന്നത് മുഹമ്മദ് നബിയെ സംബന്ധിച്ചോളം മുഹമ്മദ് നബിക്കും അനുഗ്രഹമാണ്, നമുക്കും അനുഗ്രഹമാണ്. അമ്മാ കൗനുഹു നിഅമത്തുൻ അലൈഹി, എങ്ങനെ മുഹമ്മദ് നബിക്ക് അത് അനുഗ്രഹമാകുന്നത്? അത് ഫലി അന്നഹു തഅല അത്ലഅഹു ബിവാസിതി ഹാദൽ കിതാബിൽ കരീം അലാ അസ്റാരി ഉലൂമി തൗഹീദ് വ തൻസീഹ്. ഈ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചതിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വൈജ്ഞാനിക ലോകങ്ങൾ മുഹമ്മദ് നബിക്ക് തുറന്നു കൊടുത്തത്. മുഹമ്മദ് നബിക്ക് വിജ്ഞാനത്തിന്റെ ഒരുപാട് ലോകങ്ങൾ തുറന്നു കൊടുത്തത് ഏതിലൂടെയാണ്? ഖുർആനിലൂടെയാണ്. ഏതുപോലെ തൗഹീദിന്റെ ഇൽമുകൾ, അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച്, തൻസീഹി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിനെ കുറിച്ച്, സിഫാത്തുൽ ജലാലി വൽ ഇക്റാം അള്ളാഹുവിന്റെ മഹത്തായ വിശേഷണങ്ങൾ, ഇതൊക്കെ മുഹമ്മദ് നബി കിട്ടിയത് എങ്ങനെയാണ്? വഹയിലൂടെയല്ലേ, ഖുർആനിലൂടെയല്ലേ. അതുപോലെ അസ്റാരി അഹ്വാലിൽ മലായിക്കത്തി വൽ അംബിയ, ഈ മലായിക്കത്തിന്റെ മലക്കുകളുടെ രഹസ്യങ്ങളെ കുറിച്ച്, അംബിയാക്കളെ കുറിച്ച്, അഹ്വാലിൽ ഖളാഇ വൽ ഖദരി ഖളാഇന്റെയും ഖദറിന്റെയും കാര്യങ്ങളെ കുറിച്ച്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, വൈജ്ഞാനികമായ ഒരുപാട് രഹസ്യങ്ങൾ മുഹമ്മദ് നബിക്ക് തുറന്നു കിട്ടിയത് ഏതിലൂടെയാണ്? വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അവതരണം മുഹമ്മദ് നബിയെ സംബന്ധിച്ചോളം അതെന്താകുന്നു? വലിയ അനുഗ്രഹമാകുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചോളോ അമ്മാ കൗനുഹു ഹാദൽ കിതാബി നിഅമത്തൻ അലൈന, നമ്മളാകുന്ന വിശ്വാസികളാകുന്ന മാനവകളാകുന്ന നമ്മെ സംബന്ധിച്ചോളം ഖുർആൻ അവതരിക്കുന്നത് നിഅമത്താകുന്നത് ഫലി അന്നഹു മുസ്തമിലുൻ അല തകാലീഫി വൽ അഹ്കാമി വൽ വഅദി വൽ വഈദി വസ്സവാബി വൽ ഇഖാബ്. എല്ലാ തക്ലീഫുകളും, എല്ലാ വിധികളും, വിധിവിലക്കുകൾ, ഹറാമ് എന്താണ്, ഹലാല്, കറാത്ത്, വാജിബ്, ഇങ്ങനെ തുടങ്ങിയ നമ്മൾ പാലിക്കേണ്ടുന്ന എല്ലാ വിധിവിലക്കുകളെ കുറിച്ചും നമുക്ക് ലഭ്യമായത് ഏതിലൂടെയാണ്? ഖുർആനിലൂടെയാണ്, അല്ലെ? വൽ വഈദി വൽ വഈദി, മുന്നറിയിപ്പുകളും താക്കീതുകളും, വസ്സവാബി വൽ ഇഖാബി, അല്ലാഹുവിന്റെ പ്രതിഫലവും സ്വർഗവും നരകവും ശിക്ഷയും ഖബറും, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് അറിവ് ലഭിച്ചത് ഏതിലൂടെയാണ്? വിശുദ്ധമായ ഖുർആനിലൂടെയാണ്. വബിൽ ജുംലത്തി, മൊത്തത്തിൽ പറഞ്ഞാൽ, ചുരുക്കി പറയട്ടെ, ഫഹുവ കിതാബുൻ കാമിലുൻ ഫി അഖ്സദ് ദറജാതി, ഒരുപാട് പദവിയിൽ പരിപൂർണമായ ഒരു വലിയ മഹത്തായ പരിപൂർണമായ ഗ്രന്ഥമാണ് ഏത്? വിശുദ്ധമായ ഖുർആൻ. ഫകുല്ലു വാഹിദിൻ യന്തഫിഉ ബിഹി ബിമിഖ്ദാരി ത്വാഖതിഹി വഫഹ്മിഹി, അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച്, സാധ്യതനുസരിച്ച് വിശുദ്ധമായ ഖുർആനിനെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും, ഖുർആൻ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞോണമെന്നില്ല, ഓരോരുത്തരുടെയും ത്വാഖത്തനുസരിച്ച് എന്ത് ചെയ്യണം? ഖുർആനിനെ മനസ്സിലാക്കണം. ഫലമ്മാ കാന കദാലിക വജബ അല റസൂലി, കാര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ മുത്തുനബിയുടെ മേലും വഅലാ ജമീഇ ഉമ്മത്തിഹി, മുത്തുനബിന്റെ എല്ലാ ഉമ്മത്തിന്റെ മേലും അല്ലാഹു എന്ത് ചെയ്തു? നിർബന്ധമാക്കി അയ്യഹ്മദുല്ലാഹ അലൈഹി, ഈ ഖുർആൻ കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്യണം? അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യണം. കാരണം ഈ ഖുർആൻ എന്നത് നമ്മെ സംബന്ധിച്ചോളം, മുഹമ്മദ് നബിയെ സംബന്ധിച്ചോളം അത് വലിയ ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. അതാണ് തുടക്കത്തിൽ എന്തുകൊണ്ട് വന്നത്? അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിനാണ്. അല്ലദീ, എങ്ങനത്തെ അല്ലാഹു? അൻസല, അവൻ അവതരിപ്പിച്ചു, അലാ അബ്ദിഹി, അവന്റെ അടിമയുടെ മേൽ. അവിടെ ശ്രദ്ധിക്കണം, അലാ അബ്ദിഹി എന്നാണ്, അടിമയുടെ മേൽ. ആരായി അടിമ? എന്താ അവിടെ അലാ മുഹമ്മദിൻ എന്ന് പറയാൻ? എന്തിനാ അടിമ എന്ന് പറഞ്ഞു? അടിമ എന്ന ആ പ്രയോഗം എന്തിനാണ്? അൻസല അലാ റസൂലിഹി എന്ന് പറഞ്ഞാൽ പോലെ
അല്ലെങ്കിൽ അല്ലദീ അൻസല അലാ നബിയിഹി എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാണ് അലാ അബ്ദിഹി എന്ന് പറഞ്ഞത്? ഇവിടെ അബ്ദ് എന്ന് പറയലാണ് മുഹമ്മദ് നബിയെ സംബന്ധിച്ചോളം ഏറ്റവും പരിപൂർണമായ ഒരു വാക്ക്. ഏതാണ്? നബിയേക്കാൾ അല്ലെങ്കിൽ പിന്നെ റസൂലിനേക്കാൾ എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും മനോഹരമായത് എന്ത് തന്നെയാണ്? അബ്ദ് എന്നാണ്. കാരണം അബ്ദ് എന്ന് പറയുന്നതിലൂടെ മുഹമ്മദ് നബിയെ താഴ്ത്തിക്കെട്ടലല്ല അവിടെ നടക്കുന്നത്. എന്താണ്? മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ അടിമ എന്ന മുത്തുനബിയെ കുറിച്ച് പറയൽ തഖ്രീബുൽ മൻസിലതിഹി, മുഹമ്മദ് നബിന്റെ ആ സ്ഥാനത്തെ കുറച്ചും കൂടി ഉയർത്തലാണ്. അബ്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി ആരല്ല, മോശക്കാരനാകല്ലേണത്. എന്താണ്? നബി റസൂല് മുഹമ്മദ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി അള്ളാഹുവിനോട് വല്ലാത്ത ഒരു സാമീപ്യം അല്ലെങ്കിൽ ഒരു അടുപ്പം എന്ന് പറയുമ്പോഴാണ് അടിമ. അടിമ എന്ന് എന്റെ അടിമ, അള്ളാന്റെ അടിമ എന്ന് പറയുന്നതാണ്. കാരണം അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി ജീവിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉള്ള ഒരാൾ ആര് മാത്രമാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മാത്രമാണ്. അല്ലെ? ഖുർആനിൽ പല സ്ഥലങ്ങളിലും നിരുപാധികം ഇങ്ങനെ അടിമ എന്നുള്ള പ്രയോഗമുണ്ട്. അതൊക്കെ ആരിലേക്ക് സൂചനയാണ്? ഖുർആനിൽ എവിടെയെല്ലാം അബ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ആരെ സംബന്ധിച്ചാണ്? അല്ലെ? തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, സൂറത്തുൽ ഫുർഖാനിന്റെ 1-ാമത്തെ ആയത്ത്. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി. അവിടെ അബ്ദ് ആരാണ്? മുഹമ്മദ് നബിയാണ്. അല്ലെ? ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ പ്രയാണം ചെയ്യിപ്പിച്ചവൻ. അവിടെ എന്ത് പറഞ്ഞില്ല? അലാ റസൂലിഹി എന്ന് പറഞ്ഞില്ല. അവിടെ എന്ത് പറഞ്ഞു? അബ്ദ്. നേരെ മറിച്ച് മറ്റുള്ള പ്രവാചകന്മാരെ കുറിച്ച് അബ്ദ് എന്ന് പറഞ്ഞെടുത്ത് ആ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അല്ലെ? അബ്ദഹു സക്കരിയ എന്ന് പറഞ്ഞു. അല്ലെ? എന്താണ് അബ്ദഹു അയ്യൂബ്. അപ്രയോഗം മറ്റു നബിമാരെ കുറിച്ച് അടിമ എന്ന് പറയുന്നത് അതിന്റെ തൊട്ടടുത്ത് അവരെ പേരെന്ത് ചെയ്തിട്ടുണ്ട്? നിരുപാധികം അബ്ദ് എന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? അത് ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റിഫഅത്തിനെ, അവിടുത്തെ ഖദർ ഏറ്റവും ഉയർന്നതാണ് എന്ന് പറയാം. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടില് പിന്നെ ഒരാൾക്ക് ഒരു മന്ത്രിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്ന് സംഘടിപ്പിക്കാം. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അതിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്ന് കരുതിക്കൊള്ളി. നമ്മളയാൾ പറയും അയാള് ഇന്ന മന്ത്രിയുടെ സെക്രട്ടറി ആണെന്ന് പറയും. അല്ലേ? എത്ര കാലം പറയും? പരമാവധി 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം. അത് കഴിഞ്ഞാലോ നീ പോട്ടെ, ആ മന്ത്രി കുറെ കാലം മന്ത്രിയായിരുന്നു കൂട്ടുക, എന്നാലും എത്ര അയാൾ മരിക്കോളം അത് കഴിഞ്ഞാ പോയി. അത് കഴിഞ്ഞു. ഈ മന്ത്രി ഒന്നില്ലെങ്കിൽ മന്ത്രി അല്ലാണ്ടായി, മന്ത്രി മരണപ്പെട്ടു പോയി. പിന്നെ അയാളെ കുറിച്ചും അയാളെ മന്ത്രിയാണെന്ന് പറയുന്ന വല്ല കാര്യമുണ്ടോ? കാരണം ഒരാളുടെയും ആ സ്ഥാനം എന്തില്ല, നിലനിൽക്കില്ല. എന്നാൽ അബ്ദുല്ല അള്ളാന്റെ അടിമയാണ് എന്ന് പറഞ്ഞത് എല്ലാ കാലത്തും എന്തെന്നാണ്? അതൊരിക്കലും എന്താവില്ല, അത് നീങ്ങിപ്പോകാത്ത ഒരു സംഗതിയാണ്. ഒരിക്കലും നീങ്ങിപ്പോകാത്ത എന്നും നിലനിൽക്കുന്ന ഒരു മഹത്തായ സ്ഥാനമാണേത്? അള്ളാന്റെ അടിമ എന്ന് പറയുന്നത്. സത്യത്തിൽ അള്ളാഹുവിന്റെ അടിമ എന്നുള്ള ആ പൂർണ്ണമായ ആ ഒരു നിലവാരമുള്ള ഒരു അടിമ ആര് മാത്രമാണ്? ഹബീബായ മുത്തുനബി. നമ്മളൊക്കെ അള്ളാന്റെ അടിമയാണ്. പക്ഷെ നമ്മളൊക്കെ എന്താ അള്ളാന്റെ അടിമ? നമ്മളെന്താ ചെയ്യുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ചോളം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിമക്ക് അവൻ ചോദിച്ചതെല്ലാം കൊടുക്കും. അല്ലെ? ഒരു പ്രത്യേകമായിട്ടുള്ള എന്റെ അടിമ, നമ്മൾ പറഞ്ഞ എന്റെ കുട്ടിയാണെന്ന് അറിയില്ല. നമ്മളെ സംബന്ധിച്ച് എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? വല്ലാതെ സ്നേഹം വരുമ്പോഴാണ് എന്ത് പറയാ? നിങ്ങൾക്ക് അങ്ങനെ പറയാറില്ലേ? ഇപ്പൊ കുട്ടികളൊക്കെ മുതിർന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയാൻ വാക്കുണ്ടാവും. ചെറുപ്പത്തിൽ നിങ്ങൾ എന്ത് പറയുന്നത്? എന്റെ കുട്ടി എന്ന് പറയുന്നില്ലേ നാടൻ ഭാഷയില്? എപ്പോഴാ പറയാ? വല്ലാതെ സ്നേഹവും വാത്സല്യം ഉണ്ടാവുമ്പോഴാണ് എന്ത് പറയാ? എന്റെ കുട്ടിയാണ് എന്ന് പറയാം. അതേ പ്രയോഗം. എന്റെ അടിമ, അള്ളാന്റെ അടിമ.
അതുകൊണ്ട് തന്നെ അള്ളാഹ് എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് തരും. എന്തരും? ഫതർദാ, പൂതി മാറോളം അങ്ങേക്ക് തരും. എത്ര തന്നാലും എത്ര തന്നാലും അള്ളാഹ്ക്ക് എന്താണില്ല, മതിയാണില്ല. അങ്ങയുടെ പൂതി മാറോളം എന്ത് ചെയ്യും? അള്ളാഹു അങ്ങേക്ക് തരും. റസൂൽ എന്ന് പറഞ്ഞു, ലാ അർളാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. എന്റെ ഉമ്മത്തിലെ ഒരാളെങ്ങാനും നരകത്തിൽ കിടക്കുമ്പോ എനിക്ക് എന്ത് തന്നെ തന്നാലും അല്ലാഹ് എനിക്കത് തൃപ്തിയാവൂല. അങ്ങനെ പറയാൻ ആര് മാത്രമേ ഉള്ളൂ? മുത്തുനബി മാത്രമേ ഉള്ളൂ. അപ്പൊ അല്ലാഹ് എന്ത് ചെയ്തു? സമ്മതിച്ചു. ആരാണെങ്കിലും എന്റെ ഉമ്മത്തിൽ ഒരാളെങ്കിലും നരകത്തിൽ കിടക്കുമ്പോ എനിക്ക് നീ എന്ത് തന്നാലും പഠിച്ചോനെ മതിയാവൂല എന്ന് പറയാൻ, അത് ആ അബ്ദ്, അതാണ് ആ ബന്ധം, അതാണ് ആ പ്രയോഗം. അപ്പോ അലാ റസൂലിഹിന്നോ അലാ നബിയിന്നോ അലാ മുഹമ്മദിൻ എന്നതിനേക്കാളൊക്കെ പറയാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള വാക്ക് ഏത് തന്നെയാണ്? അലാ അബ്ദിഹി എന്ന് തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഇവിടെ സമീഅത്തു ശൈഖ് അൽ ഇമാം അബുൽ ഖാസിം സുലൈമാൻ അൽ അൻസാരി റഹിമഹുല്ലാഹ് ലമ്മാ വസല മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി ഇലാ ദറജാത്തിൽ ആലിയത്തി വൽ മറാത്തിബ് റഫീഅത്ത് ഫിൽ മിഅറാജ്. മിഅറാജിൽ ഹബീബായ മുത്തുനബി തങ്ങൾ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയപ്പോ, അവിടെ ദറജകളൊക്കെ ഉയർന്ന് സ്വർഗം ഒക്കെ കണ്ടില്ലേ, എന്താണ് ഏറ്റവും ഉയർന്നമായ സ്ഥലത്തേക്ക് എത്തില്ലേ, ഉന്നത സ്ഥലത്തെത്തിയപ്പോ ഔഹല്ലാഹു ഇലൈഹി, അല്ലാഹു മുഹമ്മദ് നബിയോട് ചോദിച്ചു, യാ മുഹമ്മദു, മുഹമ്മദേ, ബിമ ഉസദ്ദിഫുക, അങ്ങേ ഞാൻ എങ്ങനെയാണ് മഹത്വപ്പെടുത്തേണ്ടത്? അങ്ങേ ഞാൻ എങ്ങനെയാണ് മഹത്വപ്പെടുത്തേണ്ടത്? അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റബ്ബി, പടച്ചോനെ, ബി അൻ തൻസിബനി ഇലാ നഫ്സിക ബിൽ ഉബൂദിയത്തി, നീ എന്നെ നിന്നിലേക്ക് അടിമത്വം കൊണ്ട് ചേർത്തിയിട്ട് നീ എന്നെ എന്ത് ചെയ്താൽ മതി? അത് നിന്റെ അടിമയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ എന്ത് ചെയ്താൽ മതി? മഹത്വപ്പെടുത്തിയാൽ മതി. ഒരു നബി അല്ലെങ്കിൽ ഒരു റസൂല് എന്നതിനേക്കാൾ മുഹമ്മദ് നബിന്റെ ആവശ്യവും താല്പര്യവും എന്തായിരുന്നു? അബ്ദാണ്, അള്ളാന്റെ അബ്ദാണ് എന്ന് പറയാനായിരുന്നു. അപ്പൊ അൻസലല്ലാഹു, അപ്പോൾ അള്ളാഹ് ഇറക്കിയത് എന്ത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് എന്ത് ചെയ്തത്? അല്ലെങ്കിൽ എന്തിറങ്ങേണ്ടിയിരുന്നു? അസ്റാ ബിറസൂലിഹി എന്നോ ഇറങ്ങേണ്ടിയിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇമാം റാസി റഹിമഹുല്ലാഹ്. ഒരു സംഭവം കൂടി പറയട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം. ലാ തത്റൂനി, നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്, നിങ്ങൾ എന്നെ ഓവറാക്കി പൊളിമക്കേറ്റരുത്. നാടൻ പറഞ്ഞാൽ അമിതമായി നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഏതുപോലെ? കമാ അത്റത്തിൻ നസാറ, നസ്രാണികൾ പുകഴ്ത്തിയതുപോലെ ഇബ്നു മറിയം, ഈസാ നബിയെ നസ്രാണികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ എന്ത് ചെയ്യരുത്? അമിതമായി അങ്ങനത്തെ സംഭവം അങ്ങനെ പറയരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ ആരാണ്? അല്ലാഹുവിന്റെ ഒരു അടിമ മാത്രമാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളി. എന്ത് പറഞ്ഞോളി? അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറഞ്ഞോളി. അബ്ദുല്ലാഹി, അള്ളാന്റെ അടിമയും റസൂലുമാണ് എന്ന് പറഞ്ഞോളി. അപ്പൊ എന്താ മനസ്സിലായി? റസൂല്, നബി, ഈ പറഞ്ഞതിനേക്കാളൊക്കെ താല്പര്യം മുഹമ്മദ് നബിക്ക് താല്പര്യവും ഇഷ്ടവും മുഹമ്മദ് നബിയെ കുറിച്ച് എന്ത് പറയാനാണ്? അബ്ദ് എന്ന് പറയാനാണ്. ആ പ്രയോഗമാണ് ഇവിടെ. അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിനാകുന്നു. അല്ലദീ, എങ്ങനെ തന്ന, അൻസല അലാ അബ്ദിഹി, അവന്റെ അടിമയുടെ മേൽ അവൻ അവതരിപ്പിച്ചു. അവന്റെ അടിമയുടെ മേൽ അവൻ അവതരിപ്പിച്ചു അൽ കിതാബ്, സമ്പൂർണമായ ഗ്രന്ഥത്തെ. സമ്പൂർണമായ ഗ്രന്ഥം അൽ കിതാബിനെ, അൽ കിതാബ് ഒരു അലിഫ്ലാം ഉണ്ട് അവിടെ. മറ്റ് വേദഗ്രന്ഥങ്ങളെ പോലെയല്ല. അൽ കിതാബ് ഏതാണ്? ഖുർആനാണ്. ഖുർആനിനെ എന്നിട്ട് സുമ്മ ഇന്നഹു തആല വസഫൽ കിതാബ് ബിവസ്ഫൈനി, രണ്ട് വിശേഷണങ്ങൾ അല്ലാഹു ഖുർആനിൽ പറയാൻ അടുത്തത്. വലം യജഅൽ ലഹു ഇവജ ഖയ്യിമൻ,
രണ്ട് വിശേഷണങ്ങൾ. വലം യജ്അൽ ലഹു, എങ്ങനത്തെ കിതാബിനെയാണ് അള്ളാഹു അവതരിപ്പിച്ചത്? വലം യജ്അൽ ലഹു, ആ കിതാബിൽ അള്ളാഹു ആക്കിയിട്ടില്ല ഇവജൻ, വക്രതയെ ആക്കിയിട്ടില്ല. ഇവജ് പറഞ്ഞാൽ വക്രത, വക്രത പറഞ്ഞാല് സിഗ്സാഗ്, വളവും തിരിവും എന്ന് പറഞ്ഞാൽ അതിന് മഹാന്മാർ വിശദീകരിക്കുന്നു ഐ ശൈഅൻ മിനൽ ഇവജീന, ഒരു തരത്തിലുള്ള വക്രതയും ബിനോ ഇഖ്തിലാനി ഫിൻ നളമി, അതിന്റെ ഘടനയിൽ ഒരു 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 വക്രത ഇല്ല. ഖുർആന്റെ ഘടന തനാഫിഫിൽ മഅന, അല്ലെങ്കിൽ അർത്ഥത്തിൽ പരസ്പര വൈരുദ്ധ്യം ഖുർആനിൽ കാണാൻ സാധിക്കൂല. ഹക്കിൽ ബാത്തില്, അല്ലെങ്കിൽ ഹക്കിൽ നിന്ന് ബാത്തിലേക്ക് തെറ്റുന്ന ഒരു സംഗതിയും ഇവിടെ കാണൂല. വിശുദ്ധമായ ഖുർആനിൽ ഖുർആൻ വളരെ സ്ട്രൈറ്റാണ്. ഒരു നിലക്കുള്ള പോരായ്മയും ഖുർആനിന് അല്ലെ. നമ്മൾ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എത്രയോ ആളുകൾ ഖുർആൻ ഇറങ്ങിയത് മുതൽ ഇന്നും ഖുർആനിനെ മോശമാക്കാൻ എത്ര ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മൈനസ് കാണാൻ വേണ്ടി ഗവേഷണങ്ങൾ നടത്തുന്ന ആളുകൾ പോലും ഉണ്ട്. പക്ഷേ ഈ കാലം വരെ എന്ത് കണ്ടെത്തിയിട്ടില്ല? ഖുർആനിൽ ആ പറഞ്ഞത് ശരിയായില്ല, ഖുർആനിൽ മുമ്പ് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് തമ്മിൽ എന്തുണ്ട്, വൈരുദ്ധ്യമുണ്ട്, അങ്ങനൊന്നും പറയാൻ അവിടെ കാണൂല, ഖുർആനിൽ കാണൂല. ഇമാം ഖുർത്തുബി തന്നെ അർത്ഥം പറഞ്ഞത് എന്താണെന്നറിയോ? ലൈസ ഫിൽ ഖുർആനി ഐവജുൻ ഐ ഐബുൻ, ഒരു ന്യൂനതയും ഖുർആനിൽ, എന്തെങ്കിലും ഒരു പോരായ്മ, എന്തെങ്കിലും മൈന്യൂട്ട് പോരായ്മ എവിടെ കാണൂല, ഖുർആനിൽ കാണാൻ സാധ്യമല്ല. ഐ ലൈസ മുതനാഖിദൻ മുഖ്തലിഫൻ, ഒരിക്കലും ഒരു വൈരുദ്ധ്യം, ഒരു എതിരഭിപ്രായം, ഒന്ന് പറഞ്ഞതിന് എതിര്, അത് പറഞ്ഞത് ശരിയായില്ല എന്ന് എവിടെ പറയാൻ കഴിയില്ല, ഖുർആനിൽ പറയാൻ കഴിയും. അതല്ല ഖുർആൻ അല്ലാഹ് പറഞ്ഞത് എന്ത്? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഈ ഖുർആൻ അല്ലാഹു അല്ല അവതരിപ്പിച്ചതെങ്കിൽ അതിൽ എന്ത് കാണുമായിരുന്നു? ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. പക്ഷെ അള്ളാഹുന്റെ കലാമായതുകൊണ്ട് അതിൽ എന്തില്ല? വലം യജ്അൽ ലഹു ഐവജൻ, ഐവജൻ, ഒരു എതിരഭിപ്രായവും അതിലെന്ത് ചെയ്യാൻ കാണൂല, കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയാം. ഈ ഖുർആനിന്റെ പോരായ്മ നോക്കി നടക്കുന്ന ആളുകൾക്ക് മൈന്യൂട്ട് കാര്യം കിട്ടിയാൽ മതി അല്ലെ. അപ്പോ ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം പറയാം. സൂറത്തുർ റഹ്മാനിൽ ഹൂറുൽ ഈങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അത് വേറെ കാര്യം. ഒരേ ആയത്തുകൾ പലതവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നും അത് ആവർത്തനാണെന്ന്. പക്ഷെ അതെന്തല്ല, ആവർത്തനമല്ല. ഓരോ സ്ഥലത്തും വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് ആ ആയത്തുകൾ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ സൂറത്തുർ റഹ്മാനിൽ തന്നെ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എത്രോട്ട് വന്നിട്ടുണ്ട്, എത്രോട്ട് വന്നിട്ടുണ്ട്. അപ്പോ അതൊക്കെ കുറെ വെട്ടിമാറ്റി എല്ലായിടത്തും ഇങ്ങനെ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ തോന്നണ്ട, കുറച്ചൊന്ന് വെട്ടിമാറ്റി. അങ്ങനെ പറ്റുമോ? കാരണം ഓരോ സ്ഥലത്തുള്ള ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്നതും വ്യത്യസ്തങ്ങളായ ആശയങ്ങളും അർത്ഥവുമാണ്. മുമ്പ് പറഞ്ഞതല്ല പിന്നുള്ളത്. ഇവിടെ ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, ലം യത്മിസ്ഹുന്ന, ആ ഹൂറുൽ ഈങ്ങളെ തൊട്ടിട്ടില്ല, ഇൻസുൻ ഒരു മനുഷ്യനും, വലാ ജാൻ എന്ന് പറഞ്ഞെന്താ, ആരും സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അത്രയും പരിശുദ്ധങ്ങളാണ് ആര്? ഹൂറുൽ ഈങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മളെ ഭാഷ പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ മതി? ലം യുജാമിഉഹുന്ന ഇൻസു വലാ ജാൻ, അവരെ ജിന്നോ മനുഷ്യരോ ആരും എന്ത് ചെയ്തിട്ടില്ല, അവരുമായിട്ട് ജിമായി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ആശയം കിട്ടും. പക്ഷേ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതൊരു മൈനസ് ആകുമായിരുന്നു അല്ലേ? ആ ഒരു പ്രയോഗം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ആർക്ക്? ഈ പോരായ്മകൾ നോക്കി നടക്കുന്ന ആളെ സംബന്ധിച്ചോളം ഈ പ്രയോഗം ലം യത്മിസ്ഹുന്ന എന്ന് പറയുന്നിടത്ത് ലം യുജാമിഉഹുന്ന, അവരെ വ്യഭിചരിച്ചിട്ടില്ല ആരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു? അതൊരു മോശമാകും. ആ പ്രയോഗം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അത് മോശമായി എന്ന് പറയാൻ അത്രത്തോളം അവസരം ആര് കൊടുത്തിട്ടില്ല. അവളെന്തേ പറഞ്ഞ് ലം യത്മിസ്ഹുന്ന, അവരെ തൊട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആശയം തന്നെ. അവരെ ജിമാ ചെയ്തിട്ടില്ല, അവരുമായി ശാരീരിക ബന്ധം പുലർത്തിയിട്ടില്ല തന്നെയാ പറയുന്നത്. പക്ഷെ വാക്കെന്താക്കി ആർക്കും ഐ എന്ന് പറയാൻ അവസരം കൊടുക്കാതെ വളരെ മനോഹരമായി എന്ത് ചെയ്തു? ആ വാക്കിന് അല്ലാഹു എന്ത് ചെയ്തു?
അല്ലെ? നേരെ മറിച്ച് ലം യുജാമിഉന്ന ഇൻസും വലാ ജാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെന്താകുമായിരുന്നു? അയ്യേ, അങ്ങനെ പറയുന്നതിനാ എന്ന് പറയുമായിരുന്നു. അതിനും കൂടി എന്ത് ചെയ്തിനാ അള്ളാഹു അവസരം മൈന്യൂട്ട് അത്രയും. അതാണ് വലം യജഅൽ ലഹു ഇവജൻ എന്ന് പറഞ്ഞു. മനസ്സിലാണ്ടോ? ഇനി രണ്ടാമത്തെ വസ്ഫ് എന്താണ്? ഖയ്യിമൻ. ഖയ്യിമൻ മുസ്തഖീമൻ എന്നാണ്, നേർമാർഗത്തിലുള്ളതാണ്. മുസ്തഖീമൻ മുഅ്തദിലല്ല ഇഫ്രാത്തഹി വലാ തഫ്രീത എന്നാണ്. ഏറ്റക്കുറച്ചുകളില്ലാത്ത, ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറ്റമോ അത്ര വേണ്ടിയിരുന്നില്ല, അങ്ങനെ അത്ര പോരായിരുന്നു, ഇങ്ങനെയൊന്നും എന്തിനെ കുറിച്ച് പറയാൻ കഴിയില്ല. അത് കറക്റ്റാണ്. അതിങ്ങനെ വരച്ച വരയിൽ ഇങ്ങനെ നിൽക്കണ, ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് ഓവറായി എന്ന് പറയാനുമില്ല, അത്ര പോരായി അങ്ങനെ പറയാനില്ല. വളരെ കറക്റ്റാണ്. മുസ്തഖീമാണ്, വളരെ നേർന്നാണ്. മുസ്തഖീമിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട്. ഖയ്യിമൻ പുരോഗതി എന്നാണ്. പുരോഗതി. ഖയ്യിമൻ വിശുദ്ധമായ ഖുർആൻ പുരോഗതിയുമാണ്. എന്ത് പുരോഗതി? ബിൽ മസാലിഹി ദീനിയത്തി വദ്ദുനിയവിയത്തി ലിൽ ഇബാദ്. അല്ലാഹുവിന്റെ അടിമകൾക്ക് ദീനിയായ പുരോഗതിയും ഖുർആനിലുണ്ട്, ദുന്യവിയായ പുരോഗതി അവിടെ ഉണ്ട്. ഖുർആനിനെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്താൽ ദുനിയാവിലും എന്ത് ചെയ്യാം? കുറെ പുരോഗതി നേടിയെടുക്കാം. ആഖിറത്തിൽ എന്തായാലും എന്ത് കിട്ടും? പുരോഗതി നേടിയെടുക്കാനും സാധിക്കും. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതാണ് എന്ത്? ഖയ്യിമൻ എന്ന് പറഞ്ഞാൽ. ഖയ്യിമൻ. മനസ്സിലായോ? അപ്പോ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജഅൽ ലഹു ഇവജാ ഖയ്യിമൻ. എന്നിട്ട് ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനാണ് എന്ന് അതിന്റെ ലക്ഷ്യങ്ങളെ വിശദീകരിക്കണം. എന്താണ് അതിന്റെ ലക്ഷ്യം? ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു. ലിയുൻദിറ താക്കീത് നൽകാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, ബഅസൻ ശദീദൻ ശക്തമായ ശിക്ഷയെ സംബന്ധിച്ച് മില്ലദുൻഹു അല്ലാഹുവിൽ നിന്നുള്ള അതിശക്തമായ ശിക്ഷയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ്. ആർക്ക്? ലിമൻ ഖാലഫഹു വകദ്ദബഹു. അല്ലാഹുവിന് എതിരാവുകയും അല്ലാഹുവിനെ നിഷേധിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കും. വലം യുഅ്മിൻ ബിഹി. അല്ലാഹുവിനെ വിശ്വസിക്കാത്ത എല്ലാ ആളുകൾക്കും അല്ലാഹുവിൽ നിന്ന് അതിഭയാനകമായ ശിക്ഷയുണ്ട് എന്ന് താക്കീത് ചെയ്യാനാണ് ഈ ഖുർആനിനെ അല്ലാഹു അവതരിപ്പിച്ചത്. ബഅസൻ ശദീദൻ എന്ന് പറഞ്ഞാൽ ഉഖൂബത്തൻ ആജിറത്തൻ ഫി ദുനിയ വ ആജിറത്തൻ ഫിൽ ആഖിറതി. അത് ദുനിയാവിൽ നിന്നുമാവാം, ആഖിറത്തിൽ നിന്നുമാവാം. ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവും ചിലപ്പോൾ എന്ത് ചെയ്യും? അത്തരം ആളുകൾക്ക് ശിക്ഷ അല്ലാഹു കൊടുക്കും. ആഖിറത്തിനും എന്തുണ്ടാവും? അവർക്കുള്ള ശിക്ഷ. മില്ലദുൻഹു അല്ലാഹുവിന്റെ പക്കൽ നിന്ന് പറയാൻ കാരണം ഐ മിൻ ഇൻദില്ലാഹില്ലദീന യുഅദിബു അദാബഹു അഹദുൻ. അല്ലാഹുവിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ലോകത്ത് അതുപോലെ ശിക്ഷിക്കാൻ ആരുമില്ല. അത്രയും കഠിനമായ ശിക്ഷയായിരിക്കും എന്ത് ചെയ്യാം അല്ലെ? വലാ യുഅദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അല്ലെ? വേറെ സൂറത്തില്ലേ? അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ വേറെ ആരും എന്ത് ചെയ്യൂല. ഏറ്റവും ശക്തമായ ശിക്ഷ മുൻകാലത്ത് പലപ്പോഴും സമൂഹത്തെ പല രാജാക്കന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം ഫിർഔൻ അല്ലെ? എന്താണ് പിന്നെ തീ കുണ്ടാരത്തിൽ ചുടുക പോലുള്ള ഭയങ്കര മാരകമായ ശിക്ഷ എന്തിട്ടുണ്ട്. നമുക്ക് കഠിനമാണ് തോന്നിപ്പോകും. പക്ഷെ അതിനേക്കാൾ കടുപ്പാണ് ആരെ ശിക്ഷ? അള്ളാഹ്. അതുകൊണ്ട് മില്ലദുൻ അള്ളാന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ശിക്ഷ എന്ന് പറയുന്നത് അതിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഇത് അങ്ങനെ പ്രയോഗിച്ചത്. ആ ശിക്ഷ കഠിനമാണ്. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത്തെ ലക്ഷ്യം മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനും. രണ്ടാമത്തെ ലക്ഷ്യം ഒന്നെന്ത്? അള്ളാഹുവിനെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ നിന്ന് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് താക്കീത് നൽകൽ ഒന്ന്. രണ്ടാമത്തത് മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനും. അല്ലദീന എങ്ങനത്തെ സത്യവിശ്വാസികൾ? യഅമലൂന സ്വാലിഹാത്തി അവരെന്ത് ചെയ്യുന്നു? സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, നിസ്കരിക്കുന്നു, നോമ്പ് വെക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സ്വതക്ക കൊടുക്കുന്നു, ഖുർആൻ ഓതുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, ഇങ്ങനെ തുടങ്ങി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് എന്തുണ്ട്?
സന്തോഷ വാർത്ത ഉണ്ട്. എന്താ സന്തോഷ വാർത്ത? അന്നലഹും, അവർക്കുണ്ട്, അജ്റൻ ഹസനൻ, മനോഹരമായ പ്രതിഫലമുണ്ട്. വൽ ജന്നത്തു, അതേതാ മനോഹരമായ പ്രതിഫലം? സ്വർഗമാണ്. ഇവിടെ ഉള്ളിലൊരു കാര്യം മറിഞ്ഞു കിടക്കുന്നുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് എന്നാണ്. അപ്പൊ ഒരു സൽക്കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. വിശ്വാസമല്ലാതെ ഇപ്പോ അള്ളാഹിനെ കൊണ്ട് വിശ്വാസം, പക്ഷെ ഒരുപാട് സൽക്കർമ്മം ചെയ്യുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് എന്ത് കിട്ടൂല? ഒരു ഇപ്പൊ ധാരാളം ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഇതര മതസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് സ്വർഗം ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? അല്ലാഹുവായാലും. പക്ഷെ ബാഹ്യർത്ഥത്തിൽ നമുക്ക് എന്ത് പറഞ്ഞില്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈമാനുള്ളവരുടെ അമലെ എന്ത് ചെയ്യുള്ളൂ? സ്വീകരിക്കും. അങ്ങനെ ഒരു രഹസ്യമായ ആശയം കൂടി എന്തുണ്ട് അതിന്റെ ഉള്ളില് ഉണ്ട്. ഇവിടെ മറ്റൊരു ഒരു സംഗതി കൂടി ഉണ്ട്. സദീദൻ എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് യുബസ്സിറ എന്ന് പറഞ്ഞു, അല്ലെ? അതായത് സന്തോഷ വാർത്ത പറയുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞു? മുന്നറിയിപ്പ് പറഞ്ഞു. ശരിക്കും വേണ്ടത് എന്തായിരുന്നു? ആദ്യം മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എന്ത് പറയേണ്ടത്? അങ്ങനല്ലേ വേണ്ടിയിരുന്നത്? അതല്ലേ കുറച്ചും കൂടെയൊക്കെ അങ്ങനെ നമുക്ക് തോന്നൂലേ, അല്ലെ? അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഇവജിലേക്ക് വരികയാണ് ഇപ്പത്. അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നും. ആദ്യം എന്ത് പറയായിരുന്നു? മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പറയായിരുന്നു. എന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ത്? വിശ്വസിക്കാത്തവർക്ക് ശിക്ഷുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കറക്റ്റ്, അതിലൊന്നും അങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെ തന്നെ വേണ്ടത്. നമുക്ക് തോന്നും അങ്ങനെ വേണ്ടിയിരുന്നത്, പക്ഷെ അങ്ങനെയല്ല, എങ്ങനെ തന്നെ വേണ്ടത്. ഈ പറഞ്ഞ പോലെ തന്നെ. കാരണം എന്താണ്? മഹാന്മാര് പറയുന്നു, ഒരു ബുദ്ധിയുള്ള ആളുകൾ സാധാരണ എന്താ ചെയ്യാന്നറിയോ? പ്രയാസങ്ങളെ ഒരു നമ്മൾ പറയണ്ടത് ഉപകാരം എന്തെങ്കിലും എന്ത് ചെയ്യരുത്, പറയണ്ടല്ലോ, ഉപകാരം എന്തെങ്കിലും എന്ത് ചെയ്യരുത്, ഉപദ്രവിക്കരുതെന്ന് പറയും. ഉപദ്രവമുള്ള കാര്യങ്ങൾ ആദ്യം തടയാണ് ചെയ്യാൻ ബുദ്ധിമാന്മാർ, അല്ലെ? ഒരു സംഗതി നിൽക്കാണ്, അതിന്റെ ഒരു വശം അത് ചെയ്താൽ ഇപ്പൊ എന്താവും? വലിയ അപകടം സംഭവിക്കും. എന്നാൽ മറുവശത്ത് എന്തുണ്ട്? വലിയ നഫ്ഉണ്ട്, ഉപകാരമുണ്ട്. ആദ്യം എന്താ ചെയ്യാ? ആ ഉപദ്രവത്തെ തടയണം ചെയ്യാ ബുദ്ധിമാന്മാർ ചെയ്യാ, അല്ലേ? ഇപ്പൊ ഉദാഹരണം, നമ്മുടെ പെരന്റെ മേലേക്ക് ഒരു വലിയൊരു മരം വീഴാനായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലേ? നമുക്കാണെങ്കിൽ ഒരു കല്യാണത്തിന് അർജന്റായിട്ട് പോകാനുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. കല്യാണത്തിന് പോയാൽ അവിടെ നല്ല പള്ളറച്ച് എന്ത് ചെയ്യാം? പള്ളറച്ച് മന്തിയും അൽഫാമൊക്കെ തട്ടാം, നഫ്ആണ്. ഇപ്പുറത്ത് എന്തുണ്ട്? ബുദ്ധിമാനായ ആൾക്കാർ എന്താ ചെയ്യാം? ആദ്യം കല്യാണത്തിന് പോകും, അല്ലേ? അതോടൊക്കട്ടെ, തല പൊളിഞ്ഞാലും വേണ്ടില്ല, ഒരു ബിരിയാണി നഷ്ടപ്പെടുന്ന അങ്ങനെയാണോ ചിന്തിക്കുക? അതെന്താ കരുതാ? ബിരിയാണി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ മദ്രാസ് മന്തി എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാ? കൊണ്ടിരിക്കാം. പക്ഷെ ഇത് വീണാ പണി കിട്ടും. അതെന്ത് ചെയ്യണം, അല്ലേ? അപ്പോ ദഫ്ഉല്ലറാണ് എന്താണ്, അല്ലെ? ദഫ്ഉല്ലറാണ് ആദ്യം വേണ്ടത്. അപകടത്തെ തടയാനാണ്. അതാണ് ബുദ്ധി. അതാണ് അന്ന് ഇവിടെയും കൊണ്ടുവന്നത്. നമുക്ക് തോന്നും ആദ്യം എന്ത് പറഞ്ഞാൽ മതിയായിരുന്നു? അതാണ് വലം യജ്അൽഹു ഇവജൻ, ഒരു വക്രതയും അതിലില്ല. നമുക്ക് തോന്നും അങ്ങനെ, പക്ഷെ കറക്റ്റാണ്. അല്ല പറഞ്ഞ കറക്റ്റാ. ആദ്യം തന്നെ വേണ്ടത് പിന്നെ എന്ത് പറയേണ്ടത്? പറയേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അതൊന്നും വെറുതെ അല്ല അങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത്. അടുത്തത് അന്നലഹും അജ്റൻ ഹസന. എന്താണ് സന്തോഷ വാർത്ത? അവർക്ക് ഏറ്റവും മനോഹരമായ പ്രതിഫലമുണ്ട്. ഏതാ മനോഹരമായ പ്രതിഫലം? ഹുവൽ ജന്നത്തു, അത് സ്വർഗമാകുന്നു. വമാ ഫിഹാ മിനൻ നഈം, സ്വർഗത്തിലെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആർക്ക് കാത്തിരിക്കുന്നുണ്ട്? വിശ്വാസികൾക്ക് കാത്തിരിക്കുന്നുണ്ട്. അടുത്തത് വയുൻദിറല്ലദീന മാകിസീന ഫീഹി അബദാ, അവർ അതിൽ എന്നെന്നും ശാശ്വതരാണ്. ഇതിന്
സ്വർഗത്തിനാണ് കയറി കിട്ടിയാൽ പിന്നെ ഇങ്ങോട്ടില്ല. സ്വർഗത്തിക്കാണ് കയറി കിട്ടിയാൽ ഇത് പുറത്തു പോയിക്കോന്ന് പിന്നെ എന്ത് ചെയ്യൂല. നരകത്തിൽ കടന്ന എന്ത് പ്രതീക്ഷ ഉണ്ട്? ഒരു പക്ഷേ അല്ല എന്ത് ചെയ്തേക്കാം, മിക്കവാറും അങ്ങനെ തന്നെ. നരകത്തിൽ ശാശ്വതവാസം ആർക്ക് മാത്രമാണ്? അല്ലെ, ആർക്ക് മാത്രമാണ്? അള്ളാൻ നിഷേധിച്ചവർക്കാണ്. അല്ലെ, തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകൾക്ക് ആ തെറ്റിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് അവർക്ക് മാറ്റും. ഇനിയിപ്പോ അബദ്ധവശാൽ ഒരു തെറ്റ് കാരണം അള്ളാഹ് സ്വർഗത്തിലേക്ക് കടത്തിന്ന് കൂട്ടുക, അള്ളാഹ്ക്ക് അബദ്ധം സംഭവിക്കുക, അത് വേറെ കാര്യം. മേ ബി സങ്കല്പിച്ച് നോക്കാം, ഇങ്ങനെ കൂട്ടത്തോടെ എന്ത് ചെയ്തു, സ്വർഗത്തുക്കും നരകത്തും ഇങ്ങനെ ആളെ മാറുന്ന സമയത്ത് ഒരു വിരുദ്ധൻ എന്ത് ചെയ്തു, അള്ളാഹിനെ കണ്ണ് വെട്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറിയെന്ന് കൂട്ടുക. അങ്ങനെ ഉണ്ടാവൂല. അള്ളാഹിന്റെ കണ്ണ് വെട്ടിച്ചിട്ടൊക്കെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കൂട്ടം, അങ്ങനെ സങ്കല്പിക്കാം. ഒരു വാക്കിന്, ഒരു വാദത്തിന് വേണ്ടി അങ്ങനെ സങ്കല്പിക്കാം. ഒരാൾ എന്ത് ചെയ്തു, അള്ളാഹിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറി. എന്നാൽ അവൻ എന്ത് ചെയ്യും, അള്ള പുറത്ത് കിടക്കോ? പെണ്ണങ്ങാളെ സ്വർഗത്തിൽ കയറിയില്ല, എങ്ങനെ പോരാന്ന് അള്ള പറയില്ല. അതാണ് ന്യായം. സ്വർഗത്തിൽ കയറി കിട്ടിയാ പിന്നെന്തില്ല, പുറത്തേക്കില്ല. അതാണ് മാക്കിസീന ഫീഹി അബദ, അവർ അതിലെന്നും ശാശ്വതമാണ്. മനസ്സിലായോ? അത് ആർക്കാണ്? മുഅ്മിനീങ്ങൾക്ക്, സൽക്കർമ്മം അങ്ങനെ അനുഷ്ഠിക്കുന്ന മുഅ്മിനീങ്ങൾക്ക്. മൂന്നാമത് ലക്ഷ്യം പറഞ്ഞു, താക്കീത് നൽകാൻ വേണ്ടിയും, അല്ലദീന ഒരു കൂട്ടം ആളുകൾക്ക്, ഖാലു അവര് പറഞ്ഞു, ഇത്തഖദല്ലാഹു വലദാ, അല്ലാഹു മക്കളെ സ്വീകരിച്ചിരിക്കുന്നു, അല്ലാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞവർ, അവർക്ക് താക്കീതുമാണ്. ഇവിടെ മൂന്ന് വിഭാഗമാണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ അഭിസംബോധികൾ. ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന മൂന്ന് വിഭാഗം ആളുകളോട്. ഒന്ന് മുഅ്മിനീങ്ങളോട്, മറ്റൊന്ന് ഈ അള്ളാഹ്ക്ക് മക്കളുണ്ട്, അള്ളാഹിനോട് പങ്കു ചേർക്കുന്ന ആളുകൾ. മറ്റൊരു വിഭാഗന്മാരാണ്, ആദ്യം പറഞ്ഞ വിഭാഗമാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ. അള്ളാഹുവിന് അല്ലല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ, അങ്ങനത്തെ ഉണ്ടല്ലോ. ഈ മൂന്ന് വിഭാഗവും ഖുർആനിന്റെ സംബോധനയാണ്. സത്യത്തിൽ ഖുർആൻ ആർക്കും മാത്രമല്ല, നിങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ മാത്രമല്ല ഖുർആൻ കേൾക്കേണ്ടത്. ആരും കൂടി ഈ പറയപ്പെട്ട എല്ലാവർക്കും ഉള്ളതാണ്. നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉള്ളതാണ് എന്ത്? ഖുർആൻ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ കൂടി ഖുർആൻ എത്തിക്കാനുള്ള ആ ഒരു പ്രായോഗികമായ വഴി കൂടി ഈ ഖുർആൻ ദഅവത്ത് നടത്തുന്ന ആളുകളുടെ ബാധ്യതയാണ്. അത് സാധ്യമാണ്. ഇതൊക്കെ എന്ത് ചെയ്യണം? നിർവഹിക്കണം. ഖുർആൻ ക്ലാസ് ആണ്. ഒരു പുറത്തുനിന്ന് ആൾ നിങ്ങൾ ഖുർആൻ ക്ലാസ്സിലേക്ക് ഞാനും വരട്ടെ എന്ന് മുസ്ലിം ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അത് നിങ്ങൾക്കുണ്ടല്ല, ഞങ്ങൾക്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കൂട്ടിക്കൊണ്ടുവരണം. കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ താഴത്തെല്ലാം നല്ലൊരു കസാര തൊട്ടിട്ട് എന്ത് ചെയ്യണം? മോനെ നല്ലോണം സ്വീകരിച്ചിട്ട് പോകുമ്പോ 2 ഗ്ലാസ് ചായ കൊടുത്ത് എന്ത് ചെയ്യണം? മോനെ വിടണം. അത്ര എന്ത് ചെയ്യണം? അവനെ പരിഗണിക്കണം. കാരണം നമുക്ക് മാത്രമല്ല ഖുർആൻ, ആർക്ക് കൂടിയാണ്? മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഖുർആന്റെ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ബാധ്യത കൂടി ആർക്കുണ്ട്? നമുക്ക് ഉണ്ട് എന്നുകൂടി സാദൃശ്യമായി പറയട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ആദ്യം പൊതുവായിട്ടല്ല പറഞ്ഞു അല്ലാഹുവിനെ നിഷേധിക്കുന്ന കാഫിറുകളായ ആളുകൾ, അല്ലെ? അത് ഒരു ആമാണ്, പൊതുവായി എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു എന്ന് എടുത്തൊരു കാലത്ത് പറഞ്ഞു, ഇവരും എതിര് പെടും. നേരത്തെ പറഞ്ഞതിൽ ആരും പെടും? ഈ അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞവരും അതിൽ പെടുന്നുണ്ട്. പക്ഷെ പിന്നെ അള്ളാഹ് എടുത്തു പറഞ്ഞതിനാണ്, അത് അള്ളാഹിന്റെ ഒരു ശൈലിയാണ്, അല്ലെ? ഒരു ആയത്തിന്റെ ഉദാഹരണം പറയാം. മലായികത്തിഹി വറുസുലിഹി വജിബ്രീല വമീകാല, സൂറത്തുൽ ബഖറയിലെ പ്രയോഗമാണ്. മലായികത്തിഹി വറുസുലിഹി, മലായികത്ത് എല്ലാവരും പെട്ടു. പിന്നെന്താ പറഞ്ഞു? വമീകാല വജിബ്രീല വമീകാല, ജിബ്രീൽ മീകാല്. ഈ ജിബ്രീലും മീകാലും ഏതുപെട്ട തന്നെയാണ്? മലക്കിൽപ്പെട്ടത് തന്നെയാണ്. പിന്നെ എന്തിനാ അള്ളാഹ് എടുത്തു പറഞ്ഞത്? അത് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് അതാണ് എന്ത് ചെയ്യണത്? ആദ്യം പറഞ്ഞതിൽ പെട്ടതാണ്. പക്ഷെ വീണ്ടും അള്ളാഹു അത് എടുത്തു പറഞ്ഞത് ഈ പൊതുവായിട്ടുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏത്? അള്ളാഹിനോട് പങ്കു ചേർക്കുക എന്നുള്ള ഭാഗം എന്നതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.
മനസ്സിലാകണ്ടോ? സത്യത്തിൽ അള്ളാഹുവിനോട് അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ മൂന്ന് വിഭാഗം ആളുകളാണ് അല്ലെ. ആരൊക്കെ? അല്ലെ, അല്ലദീന അസ്ബത്തുൽ വറദലില്ലാഹി തആല സലാസ വൈഫ്. അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞത് മൂന്ന് വിഭാഗം ആളുകളാണ്. ഒന്ന് കുഫാറുൽ അറബി, അറബികളിലെ കാഫിരീങ്ങൾ. അവർ എന്ത് പറഞ്ഞു? അല്ലദീന ഖാലു അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാന്റെ പെമ്മക്കളാണ് എന്ന് പറഞ്ഞു. എന്താ കാരണം? എന്താ കാരണം എന്നറിയോ? മലക്കളെ കാണൂലല്ലോ, മലക്കളെ കാണൂല. പെൺമക്കളെയും പൊതുവെ ആൺകുട്ടികളെ കാണുന്നത് പോലെ പുറത്തുകാരെ കാണൂല കാരണം അവര് വീടിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് മലക്കളെ കാണാത്തതുകൊണ്ട് തന്നെ അവര് പറഞ്ഞു ഈ മലക്കൾ തന്നെ അന്നാന്റെ പെൺമക്കളാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവരെ കാണാത്തത്. അങ്ങനെ പറഞ്ഞവരാണ് ആര്? കുഫാറുൽ അറബ്, അറബി കാഫിര്യങ്ങൾ. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹ്ക്ക് മലക്കളെ സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ നസാറ, നസ്രാനികളാണ്. ഹൈസു ഖാലു അൽ മസീഹ് ഇബ്നുല്ലാഹ്, അൽ മസീഹ് മിസിഹ, മിസിഹ അതായത് യേശു ക്രിസ്തു എന്ന് പറയുന്ന നമ്മുടെ ഈസാ നബി അത് അള്ളാന്റെ പുത്രനാണ് എന്ന് വാദിച്ചവരാണ് ആര്? ആര്? മൂന്നാമത്തെ വിഭാഗം ജൂതന്മാരാണ്. അൽ യഹൂദു അല്ലദീന ഖാലു ഉസൈർ ഇബ്നുല്ലാഹ്. ഉസൈർ എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാനെ കുറിച്ച് ജൂതന്മാർ പറഞ്ഞത് ആരാണ്? ഉസൈർ അള്ളാന്റെ മോനാണ് എന്ന് പറഞ്ഞത്. ചരിത്രത്തിൽ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞത് ഈ മൂന്ന് വിഭാഗമാണ്: ജൂതന്മാരും നസ്രാനികളും കുഫാറുൽ അറബും. അവരെ നിഷേധിക്കാൻ അള്ളാഹു എന്ത് അവർക്കുള്ള താക്കീതും കൂടിയാണ്. കാരണം അള്ളാഹ്ക്ക് അങ്ങനെ ഒരു മക്കൾ സമ്പ്രദായമില്ല, അള്ളാഹ്ക്ക് മക്കൾ ഉണ്ടാകാൻ പാടൂല. ലം യലിദ് വലം യൂലദ്, അവൻ ജനിക്കുകയോ ജനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകുന്നുണ്ടോ? ഈ ഈസാ നബിനെ കുറിച്ചുള്ള വാദം ഉണ്ടല്ലോ, ഈസാ നബി അള്ളാന്റെ പുത്രനാണ്, ദൈവപുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേകത്വമാണ് അവർക്കുള്ളത്. ദൈവപുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് കാര്യങ്ങളാണ്. പക്ഷേ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ മാഇദയിൽ ഇവരുടെ ഈ വാദത്തെ ഈസാ നബി മഹ്ശറിൽ അതിശക്തമായി ഖണ്ഡിക്കുമെന്ന് അള്ളാഹു ഖുർആൻ പറയുന്നുണ്ട്. ഈസാ നബി പറഞ്ഞിട്ടല്ല അവരങ്ങനെ പറഞ്ഞത്. അള്ളാഹ് ചോദിക്കും ഈസാ നബിയോട്, വഇദ ഖാലല്ലാഹു യാ ഈസ ഇബ്ന മർയം അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. അള്ളാഹ് ചോദിക്കും, വഇദ ഖാലല്ലാഹു, അള്ളാഹ് ചോദിക്കും, യാ ഈസ ഇബ്ന മർയം, മറിയമിന്റെ പുത്രൻ ഈസാ, അൻത ഖുൽത, നീ പറഞ്ഞുവോ, ലിന്നാസി, ജനങ്ങളോട്, ഇത്തഖിദൂനി വഉമ്മിയ, എന്നെയും എന്റെ ഉമ്മയെയും നിങ്ങളാക്കണം, ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ എന്നെയും എന്റെ ഉമ്മ നിങ്ങളെ പടച്ചോനാക്കണം എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നോ ഈസാ നബിയെ എന്ന് അള്ളാഹ് ചോദിക്കും മഹ്ശറിൽ. അപ്പൊ ഈസാ നബി ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി, പടച്ചോനെ എനിക്ക് പറയാൻ പറ്റാത്തത് ഞാൻ പറയോ? അത് തൊട്ട് നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു, ഞാൻ അങ്ങനെ പറയൂലല്ലോ. ഇനി ഇൻകുന്തു ഖുൽതുഹു, ഞാനത് പറഞ്ഞിട്ടെങ്കിൽ തന്നെ ഫഖദ് അലിംതഹു, നിനക്ക് അറിയാലോ ഞാൻ പറഞ്ഞോ ഇല്ലെന്ന്. തഅലമു മാ ഫീ നഫ്സി, എന്റെ മനസ്സിനെ നിനക്കറിയാം. വലാ അഅലമു മാ ഫീ നഫ്സിക്, നിന്റെ നഫ്സ് എനിക്കറിയില്ല, പക്ഷെ നിനക്ക് എന്നെ അറിയാലോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ തന്നെ എനക്കറിയാലോ ഞാൻ പറഞ്ഞോ ഇല്ലെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്നക അല്ലാമുൽ ഗുയൂബ്. എന്നിട്ട് ഈസാ നബി പറയാ, മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇല്ലാ മാ അമർതനി ബിഹി, നീ എന്നോട് എന്താണോ കൽപ്പിച്ചത് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അനി അബ്ദുല്ലാഹ് റബ്ബി വ റബ്ബുക്കും, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാനെ ഇബാദത്ത് ചെയ്യണമെന്നേ എന്തിട്ടുള്ളൂ, ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. എന്നെ ആരാധിക്കണം എന്ന് എന്തിട്ടില്ല, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഇനി ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം, നീ എന്നെ മരിപ്പിച്ചാൽ തന്നെ അൻത റഖീബ അലൈഹിം, നീ അവരെ ശരിക്ക് കാണുന്നവനാണല്ലോ. അൻത അലാ കുല്ലി ശൈഇൻ ഷഹീദ്, ഇൻ തുഅദ്ദിബുഹും, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഞാൻ അതിനോട് പറഞ്ഞ ഇന്നഹും ഇബാദുക, ഞാൻ അതിനെ റെക്കമെൻഡ് ചെയ്യുന്ന അവരെ ശിക്ഷിക്കണം എന്ന് ഞാൻ പറയണില്ല, അതിന്റെ അടിമയാണ്, നിനക്ക് വേണമെങ്കിൽ സ്വതന്ത്രം പോലെ ചെയ്യാം. ഇനി വൈൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഇന്നക അൻതൽ അസീസുൽ ഹകീം, നിനക്ക് അതിൽ എന്ത് ചെയ്യാം, യുക്തമായ തീരുമാനം സ്വീകരിക്കാമെന്ന് ഈസാ നബി ഈ നസാറാക്കളുടെ ഈ വാദത്തെ മഹ്ശറിൽ ഖണ്ഡിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോ വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞവർക്ക് മുന്നറിയിപ്പ് നൽകാനുമാണ് എന്തായത് ഖുർആനിനെ അവതരിപ്പിക്കാൻ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട്. മാലഹും, അവർക്കില്ല, ബിഹി, അതിനെ കുറിച്ച്, മിൻ ഇൽമിൻ, ഒരു അറിവും അവർക്കില്ല. അവര് അറിഞ്ഞിട്ടൊന്നല്ല അവര് പറയണത്, വെറുതെ കണ്ട് പറയാം. വലാരി ആബാഹിം, അവരുടെ വാപ്പാർക്കും എന്തിനെ കുറിച്ചൊരു വിവരവും അവർക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു വിവരം അനുസരിച്ചിട്ടൊന്നല്ല അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് എന്ത് ചെയ്യണത് അവർ പറയണത്. അവരാണ് വെറുതെ പറയുന്നത്. കബറത്ത് കരീമത്തും തഖ്റുജു മിൻ അഫ്വാഹിം, എന്ത് വലിയ വർത്താനാണ് അവർ തൊള്ളേറ്റ് പറയണത്. അവർ പറയാൻ കണ്ടല്ലോ, എന്ത് തൊള്ളേ കൊള്ളാത്ത വർത്താനാണെന്ന് പറയില്ലേ നമ്മൾ നാടൻ. അതേ ശൈലി അല്ല പറയണത്. കബറത്ത് കരീമത്തും തഖ്റുജു മിൻ അഫ്വാഹിം, എന്ത് വലിയ വർത്താനാണ് അവർ തൊള്ളേന്ന് വരുന്നത് എന്ന് അവർ പറയണ വാക്ക് എത്ര ഗൗരവതരമാണ്. യഖൂലൂന ഇല്ലാ കദിബാ, അവർ പറയുന്നത് കള്ളമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഖുർആൻ എന്ത് ചെയ്യുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോ പറഞ്ഞു വന്നത്, ഈ ഖുർആനിന്റെ അവതരണം അത് മാനവർക്ക് മുഴുവനും എന്താണ്, വലിയ അനുഗ്രഹമാണ്. അത് എന്ത് ചെയ്യണം, ശുക്ർ ചെയ്യണം, അൽഹംദുലില്ലാ പറയണം. അതാണ് തുടക്കം. പിന്നെ ഖുർആന് അവതരണ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്, പൊതുവെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന എല്ലാവർക്കും താക്കീത് നൽകാൻ. എന്ത് താക്കീത്? ശക്തമായ ശിക്ഷ ഉണ്ട് എന്നുള്ളത്. മറ്റൊന്ന്, മുഅ്മിനീങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നുള്ള മുന്നറിയിപ്പ്, സന്തോഷ വാർത്തയും. പിന്നെ അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന ആളുകൾക്കും വലിയ ശിക്ഷ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ്. ഈ 3 ലക്ഷ്യങ്ങളാണ് ഖുർആനിന്റെ അവതരണത്തിനുള്ളത് എന്നാണ് ഇതിന്റെ ആദ്യ ഭാഗത്ത് എന്ത് ചെയ്യുന്നത് അല്ലാഹു തആല നമ്മോട് സമർത്ഥിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു വിശുദ്ധമായ ഖുർആൻ അഹ്കാരം നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഓരോ ഹർഫുകളും ഓരോ വചനങ്ങളും കൃത്യമായി അതിന്റെ ആ മെറിറ്റിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ബില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ രാജാധിരാജനായ അല്ലാഹ്, ഇത്രയും സമയം നിങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റബ്ബേ. എന്റെ വിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ വചനങ്ങളിലൂടെ ഞങ്ങൾ ഇങ്ങനെ അതിന്റെ തീരത്തുകൂടെ അങ്ങനെ പോകാണ് റബ്ബേ. ഒരുപാട് ഇൽമുകൾ നിന്നെ ദുന്യയായി നൽകണേ അല്ലാഹ്. ഇവിടെ മനോഹരമായി അവതരിപ്പിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഇവിടെ പറയുന്ന ഇൽമിന്റെ ഓരോ ഹർഫുകൾക്കും നിങ്ങൾക്ക് ഇരട്ടിരട്ടി പ്രതിഫലങ്ങൾ നൽകണേ റബ്ബേ. ഇവിടെ ഞങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങൾ അത്രയും നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹ്, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ റബ്ബേ. മുറാദുകളൊക്കെ ഹാസുലാക്കണേ റബ്ബേ. രോഗികൾക്ക് ശിഫാവും സലാമത്തും നൽകണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിലും മക്കളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. പ്രവാസികൾക്ക് നീ ഖൈർ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ സംരംഭത്തിലേക്ക് സഹകരിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. ഓരോ ആഴ്ചകളിലും ചായം പ്രഹാരം നൽകുന്നവർ നീ കബൂലാക്കണേ റബ്ബേ. ഇന്നത്തേക്ക് തന്ന ആ അജ്ഞാതനായ മനുഷ്യൻ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. അല്ലാഹുവേ, മഹല്ല് കമ്മിറ്റി നടത്തുന്ന ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും നൽകി വരുന്നുണ്ട്. അതൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം അവർക്കൊക്കെ നൽകണേ റബ്ബേ. അതുകൊണ്ട് ഞങ്ങളൊക്കെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين.